കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാർത്ത, ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഭർത്താവ് ഉപദ്രവിച്ചിട്ട് യാതൊരു ഗതിയുമില്ലാതെ അവസാനം പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന വാർത്ത. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലും ഷാർജയിൽ നിന്ന് 2 മരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിലുള്ള ചെറുപ്പക്കാരികളായ 2 കുട്ടികൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസ് വരുന്നത് മുഴുവൻ ഈ സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുള്ള ശാരീരിക പീഡനവും മാനസിക പീഡനത്തിൻ്റെയും ബാക്കി പത്രമായിട്ടാണ് ഇവരുടെ മരണം വരുന്നത്. അതേ സമയത്ത് തന്നെയാണ് ഇവിടെ സ്ത്രീധന നിരോധന ബില്ല് അതിൽ ഭേദഗതി വരുത്താൻ വേണ്ടി ഇപ്പോൾ തീരുമാനമെടുക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിലും ഗാർഹിക പീഡനങ്ങൾ വലിയ രീതിയിൽ വർദ്ധിക്കുകയാണ്. ഇപ്പം നമ്മൾ കുടുംബ കോടതികളിൽ നോക്കിയാലും മജിസ്ട്രേറ്റ് കോടതികളിലൊക്കെ നോക്കിയാലും ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് വരുന്ന കേസുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പല കോടതികൾ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് പല പല പുതിയ കോടതികൾ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട അവസ്ഥയാണ്. എറണാകുളം ജില്ലയിൽ നിരവധി ഫാമിലി കോടതികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഒരു ഫാമിലി കോടതിയായിരുന്നു. ഇപ്പോഴും ഈ കോടതികളിലൊന്നും നിൽക്കാൻ പോലും രാവിലെ സ്ഥലമില്ലാത്ത നിലയിൽ അത്രയും തിങ്ങിഞ്ഞിരിഞ്ഞ് ആളുകളും വക്കീലന്മാരും വരുന്ന ഒരു സാഹചര്യം എല്ലാ കുടുംബ കോടതികളിലുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ടിട്ട് ഡിവോഴ്സുകളും അതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളുമാണ് വരുന്നത്. ഇനി അതുപോലെ തന്നെ മജിസ്ട്രേറ്റ് കോടതിയിൽ MC എന്നാണ് നമ്മൾ പറയുന്നത്, മിസ്ലേനിയസ് കംപ്ലൈൻറ്റ്. അപ്പോൾ അതിൽ ആ കംപ്ലൈൻറ്റിലും MC കേസുകളും അത് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം മജിസ്ട്രേറ്റ് കോടതിക്കാണ് അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ വരുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ കേസ് കൊടുക്കുന്നത്. അവിടെയും ധാരാളം MC കേസുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ കല്യാണം കഴിച്ച് ഇനി പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണെങ്കിലും പ്രണയിക്കാതെ വിവാഹം കഴിച്ചവരാണെങ്കിലും ഈ ഒരു ഘട്ടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ഗാർഹിക പീഡനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.